നമസ്കാരം. വിശാഖ നക്ഷത്രക്കാർക്ക് 2026 കൂടുതൽ ഐശ്വര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വ്യാഴവും ശനിയൊക്കെ മാറി പലർക്കും പല പ്രശ്നങ്ങളും പല ബുദ്ധിമുട്ടുകളും ഇപ്പോഴും തരണം ചെയ്യാൻ സാധിച്ചിട്ടില്ല. പലരും പല പ്രശ്നങ്ങളിൽ നിന്ന് ഇപ്പോഴും പുറത്തു കടക്കാൻ പറ്റാതെ ബുദ്ധിമുട്ടുന്നുണ്ട്. എങ്കിലും ഈശ്വര പ്രാർത്ഥനകളും ഈശ്വര ആരാധനയും ഒക്കെ നമുക്ക് നിത്യമായിട്ട് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നേട്ടങ്ങൾക്ക് വേണ്ടി എന്താണ് ചെയ്യാൻ കഴിയുന്നത് നമുക്ക് നോക്കാം. വിശാഖ നക്ഷത്രക്കാർക്ക് 9ലാണ് വ്യാഴം സഞ്ചരിക്കുന്നത്. ഇനിയുള്ള 2-3 മാസക്കാലം ധനലാഭം ഉണ്ടാക്കാം. കച്ചവടക്കാർക്കും ചെറുകിട കച്ചവടക്കാർക്കും ചെറിയ സംരംഭകർക്കും ഒക്കെ ആദായം ലഭിക്കുന്ന രീതിയിൽ അവരുടെ ബിസിനസ്സിൽ നിന്ന് വരുമാനമൊക്കെ വർദ്ധിക്കുന്നതാണ്. പങ്കാളിയുടെ കുടുംബത്തിൽ നിന്ന് പങ്കാളിയുടെ സ്വത്തുക്കളൊക്കെ നിങ്ങൾക്ക് കിട്ടാനൊക്കെ യോഗം ഉണ്ടാവാം. അതുപോലെ തന്നെ ചെറിയ രീതിയിൽ നിങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ട് എവിടെന്നെങ്കിലും കിട്ടാതെ പോയിട്ടുള്ള പണം കിട്ടാം. അത് ചിലപ്പോൾ ലോട്ടറി അടിക്കാം, ചിട്ടി കിട്ടാം, അങ്ങനെ ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള ഗുണങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരാം. സന്താന ഭാഗ്യം കാത്തിരിക്കുന്നവർക്ക് സന്താന ഭാഗ്യം ഉണ്ടാവാം. എങ്കിലും പല പ്രശ്നങ്ങളിലും പിന്നീട് ചെന്ന് പെടാതിരിക്കാനായിട്ടും ഉള്ള പ്രശ്നങ്ങൾ നമ്മൾ പൂർണ്ണമായിട്ട് അതിൽ നിന്ന് മുക്തി കിട്ടാനൊക്കെ ആയിട്ട് രോഗപ്രതിരോധ ശേഷിയൊക്കെ ഉണ്ടാവാനായിട്ട്, രോഗങ്ങൾ വരാതിരിക്കാൻ ശിവം ശാന്തം ജഗന്നാഥം ലോകാനുഗ്രഹ കാരണാം ശിവം മേഘം പരേവന്തം ശിഖാരായ നമോ നമ എന്ന ദിവസവും നിങ്ങൾ 336 ജപിക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ കൂടുതലായിട്ട് ഗുണഗണങ്ങൾക്കായിട്ട് ശിവ അഷ്ടോത്തരം നിങ്ങൾ ശനിയാഴ്ച ദിവസവും തിങ്കളാഴ്ച ദിവസവും ശിവ അഷ്ടോത്തരം എന്തായാലും ചന്ദ്രകാലഹോരയിൽ ഒന്ന് നേരത്തെ എഴുന്നേറ്റ് തിരക്കുകൾക്കിടയിൽ സമയം കണ്ടെത്തി അത് പാരായണം ചെയ്യാം. അത് കൂടാതെ തന്നെ വ്യാഴാഴ്ച ദിവസം നിങ്ങൾ മഹാദേവനെ വ്യാഴാഴ്ച ദർശിക്കുന്നത് ഉത്തമമാണ്.